Hi friends, welcome to Metis. Today we are going to discuss Poetics by Aristotle. This is a textbook we have studied in our college days. So let's start. Aristotle lived from 384 BC to 322 BC. He was the disciple of Plato and tutor to Alexander the Great. Nearly half a dozen critical ട്രീറ്റീസ് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒരു രണ്ടെണ്ണമാണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പോയറ്റിക്സ് ആൻഡ് റെറ്ററിക്. പോയറ്റിക്സ് ഡീലിംഗ് വിത്ത് ദ ആർട്ട് ഓഫ് പോയട്രി ആൻഡ് റെറ്ററിക് വിത്ത് ദ ആർട്ട് ഓഫ് സ്പീക്കിംഗ്. Poetic contains 26 small chapters and it mainly concerned with tragedy, which was in his day the most developed form of poetry. He rejected Plato's dualism and Plato's rationalism in this work. Here gives the division of the chapters, that is the first 4 chapters and the 25th are devoted to poetry, the 5th is in general way to comedy, epic and tragedy, the following 40 exclusively to tragedy, the next 3 to poetic diction, the next 2 to epic poetry and the last to comparison of epic poetry and tragedy. സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ട്രാജഡിക്കാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. Let's move on to his observation on poetry. According to Plato, the poets are just imitators and the poetry is twice removed from reality. But Aristotle gives some importance to the poets and he said that art is not useless and it is not dangerous. Art is tied to morality and truth. As we know, mimesis പറയുമ്പോൾ imitation ആണ്. It's an imitation of what is past or present, what is commonly believed, what is ideal. And mimesis is more like rendering, depicting, construing, idealizing and representing. It's an act of intellect. So here poets just imitate ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, they are just infusing it with imagination. It's an imaginative use of concepts. And it is natural for human beings to imitate. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, അവർ സംസാരിക്കാൻ പഠിക്കുന്നത്, നടക്കാൻ പഠിക്കുന്നത് ഒക്കെ മുതിർന്നവരെ നോക്കി കണ്ടുകൊണ്ടാണ്. സോ ഇൻ എനി ഹെൽത്തി ഹ്യൂമൻ സൊസൈറ്റി നമുക്ക് ഇമിറ്റേഷൻ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് എൻകറേജസ് ദ ഇമാജിനേറ്റീവ് മാനിപ്പുലേഷൻ ഓഫ് ഐഡിയാസ്. ഇറ്റ്സ് പ്രൊവൈഡിങ് നോളജ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഫൈൻഡിങ് ഔട്ട് യൂണിവേഴ്സൽ ട്രൂത്ത്. ആൻഡ് വി ആർ പ്ലീസ്ഡ് ടു ഇമിറ്റേറ്റ്. സോ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇമിറ്റേറ്റേഴ്സ് ആണ്. ഈ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ദേ ആർ ഫൈൻഡിങ് ഔട്ട് നോളജ് ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത് ത്രൂ ദിസ് ഇമിറ്റേഷൻ, ഇൻഡൾജ്ഡ് വിത്ത് ഇമാജിനേഷൻ ആൻഡ് ഇറ്റ് ഈസ് ടു പ്ലീസ്. പ്ലഷർ ഈസ് ദ എൻഡ് ഓഫ് പോയട്രി. ആൻഡ് പോയട്രി ഈസ് നോട്ട് ടോയ്സ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി, ഇറ്റ് ഈസ് ക്ലോസർ ടു റിയാലിറ്റി. അത് ഹിസ്റ്ററിയും പോയട്രിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ വെച്ചിട്ടാണ് അരിസ്റ്റോട്ടിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. History is about what has happened and it focuses particular incidents and it is factual. Poetry describes what may happen and it talks universal truth and it is philosophical. So pleasure is the primary aim of poetry. Poetry does arouse pity and fear, but this amounts to catharsis. Catharsis is a purgation of excess emotions ആണ്. പ്യൂരിഫിക്കേഷൻ, ആ പ്യൂരിഫിക്കേഷൻ സാധിക്കുന്നത് ത്രൂ പിറ്റി ആൻഡ് ഫിയറിലൂടെയാണ്. സോ ദ ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഗ്രാൻസ് ഹെൽത്ത് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. സോ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ഇമോഷണൽ അപ്പീൽ ഓഫ് പോയട്രി ഈസ് നോട്ട് ഹാംഫുൾ. ഇറ്റ്സ് ഹെൽത്ത് ഗിവിംഗ് ആൻഡ് ആർട്ടിസ്റ്റിക്കലി സാറ്റിസ്ഫൈയിങ്. ദെൻ ഹി ടോക്സ് അബൌട്ട് ട്രാജഡി. പോയട്രി എന്നതൊരു ഇമിറ്റേറ്റീവ് ആർട്ടാണ്. അത് 2 തരത്തിലുള്ള ആക്ഷൻസാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെന്നും മീൻ ആക്ഷൻസ് ഓഫ് ബാഡ് മെന്നും. സോ പോയട്രി ഡിവൈഡിങ് ഇൻ ടു 2, അതായത് 2 തരത്തിലുള്ള ഇമിറ്റേഷൻ നടത്തുന്നുണ്ട്. ഇതിൽ ഈ നോബിൾ ആക്ഷൻസ് ഓഫ് ഗുഡ് മെൻ ഉണ്ടാവുന്നതിൽ നിന്നാണ് എപ്പിക്കും ട്രാജഡിയും ഉണ്ടാവുന്നത്. മീൻ ആക്ഷൻസ് ഓഫ് ബാഡ് മെൻ എന്നുള്ളതിൽ നിന്നും സറ്റയർ ആൻഡ് കോമഡി. ഒരു ട്രീ പോലെ അല്ലെങ്കിൽ ബോക്സ് പോലെ എഴുതിയ ഈസി ടു റിമെമ്പർ. So before studying the characteristics of tragedy, just learn that definition of tragedy. Tragedy is an imitation of an action that is serious, complete,
and of a certain magnitude in language, embellished with each kind of artistic ornament, the several kinds of being found in separate parts of the play in the form of action, not of narrative, through pity and fear affecting the proper purgation of these emotions. ഈ ഡെഫിനിഷനിലെ ഈച്ച് വേർഡും ഡിസ്ക്രൈബ് ചെയ്യാണ് ഇനി ബാക്കിയുള്ള പോർഷനിൽ ചെയ്യുന്നത്. Serious in the sense is a tale of suffering that exciting pity and fear. Completeness is an important thing, that it should have a beginning, middle and an end. Is the organic unity or a natural sequence of events that cannot be disturbed. And of a certain magnitude, the plot should have a certain magnitude or reasonable length. A reasonable length or size is an essential condition of beauty. Artistic ornaments, that's the rhythm, harmony and songs. In the form of action. എപ്പിക്കിലൊക്കെ ആണെങ്കിൽ നറേറ്റർ ആണ് സ്റ്റോറി പറയുന്നത്. പക്ഷേ ഇൻ ട്രാജഡി ദ ടെയിൽ ഈസ് ടോൾഡ് ബൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിവിങ് ആൻഡ് മൂവിങ് ക്യാരക്ടർ, ദാറ്റ് ഈസ് ഫോക്കസിങ് ഓൺ ആക്ഷൻ. And through pity and fear affecting the proper purgation of these emotions, that is catharsis. Purification, and that hides our mind from doing evil things. Then the constituent parts of a tragedy. There are 6 constituent elements. അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടുള്ള ഓർഡറിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വൺ, പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്ലോട്ട്, ദെൻ ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ് ആൻഡ് സ്പെക്ടക്കിൾ. സോ പ്ലോട്ട് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇൻസിഡൻറ്റ്, ദാറ്റ് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി. Then characters, the action ensues from character, and this character is molded by thought, which reveals itself in dialogue or diction. So the inner feeling of a character, അതാണ് തോട്ട്, അത് എക്സ്പ്രസ് ചെയ്യുന്ന വേ ഡിക്ഷനിലൂടെയാണ്. കൂടാതെ സോങ്, അതല്ലെങ്കിൽ മെലഡി എന്ന് പറയും. മോസ്റ്റ് പ്ലെഷർ ഗിവിങ് തിങ് ആണ് ഈ മെലഡി. ദെൻ ലാസ്റ്റ് വൺ സ്പെക്ടക്കിൾ, അത് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ആണ്, സ്റ്റേജ് പ്രസൻറ്റേഷൻ. So these are the 6 constituent elements of tragedy. Then the structure of the plot. The plot should have unity of action, unity of time and unity of place. According to Aristotle, the events comprising the plot will concern only one man and not more. ഒരുപാട് സബ് പ്ലോട്ട്സോ എപ്പിസോഡിക് പ്ലോട്ട്സോ ഒന്നും ഈ സ്റ്റോറിയിൽ പാടില്ല. ആൻഡ് ഇറ്റ് കൺഫൈൻ ഇറ്റ് സെൽഫ് ടു എ സിംഗിൾ റെവല്യൂഷൻ ഓഫ് ദ സൺ. ഒരു വിത്തിൻ 24 hours നടക്കുന്ന സ്റ്റോറീസ് ആയിരിക്കണം പറയുന്നത്. അതാണ് യൂണിറ്റി ഓഫ് ടൈം. ദെൻ യൂണിറ്റി ഓഫ് പ്ലേസ്. ഈ ഇവൻറ്റ് നടക്കുന്ന ആ ഒരു ടൈമും ആ ഒരു പ്ലേസും തമ്മിൽ ഒരു കൺഫേമിറ്റി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതായത് ഈ സ്റ്റേജ് ഷുഡ് നോട്ട് റെപ്രസെൻറ്റ് മോർ ദാൻ വൺ പ്ലേസ്. ഇപ്പോൾ ലണ്ടനിൽ വെച്ചാണ് ഒരു സ്റ്റോറി നടക്കുന്നത് വെച്ചാൽ ആ സ്റ്റോറി കംപ്ലീറ്റ് കാണിക്കുന്നതും ലണ്ടൻ തന്നെ ആയിരിക്കും, വേറൊരു പ്ലേസ് കാണിക്കാൻ പാടില്ല. അതാണ് യൂണിറ്റി ഓഫ് പ്ലേസ്. സോ ഇതാണ് 3 സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്ലോട്ടിൻ്റെ. ദെൻ ഓഫ് കോഴ്സ് വി നോ ട്രാജഡി പറയുമ്പോൾ പിറ്റി ആൻഡ് ഫിയർ എറോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും അത് ഒരു അൺഹാപ്പി എൻഡിങ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഹാപ്പി എൻഡിങ് ഒരിക്കലും നമുക്കൊരു ട്രൂ ട്രാജിക് പ്ലഷർ തരില്ല. അതുകൂടാതെ ഈ ഇമോഷൻസ് തന്നെ നമുക്ക് 2 തരത്തിൽ റോസ് ചെയ്യാൻ പറ്റും. അതൊന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പെക്ടക്കുലർ ഓർ തിയററ്റിക്കൽ മീൻസ്, നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഇപ്പോൾ അടിക്കുന്നതോ അതല്ലെങ്കിൽ ഒരു ബെഗർ അപ്പിയറൻസ്, നല്ല വെൽത്തി ആയിട്ടുള്ള ഒരാൾ ഒരു ബെഗർ അപ്പിയറൻസിൽ വരുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു സങ്കടം, അതാണ് സ്പെക്ടക്കിൾ ആ ഒരു തിയേറ്ററിക്കൽ മീൻസിൽ വരുന്നത്. രണ്ടാമതുണ്ടാവുന്ന ഇമോഷൻ അറോസ് ചെയ്യുന്നതാണ് ഇന്നർ സ്ട്രക്ചറിൽ വരുന്നത്. അതായത് നമ്മൾ അൺഫില്ലിംഗ് ആയിട്ട് ആരെങ്കിലും കൊല്ലുന്നു, പിന്നീട് അത് നമ്മുടെ റിലേറ്റീവാണെന്നറിയുന്നു, അങ്ങനെ ഒരു ട്രാജിക് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇന്നർ സ്ട്രക്ചറിലുള്ള ഇമോഷനാണ് സുപ്പീരിയർ എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ആസ് വി നോ അതൊരു ഇമോഷണൽ ഹോണ്ടിങ് ആയിരിക്കും എപ്പോഴും. സോ ദാറ്റ്സ് ദ സുപ്പീരിയർ വൺ. ദെൻ ദാറ്റ് പ്ലോട്ട് തന്നെ 2 തരത്തിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് കോംപ്ലിക്കേഷനും, 2 അൺട്രാവലിംഗ് ഓർ ഡെനുമ. കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ടൈസ് ദ ഇവൻറ്റ്സ് ഇൻ ടു എ ടാങ്കിൾഡ് നോട്ട്. അതൊരു റൈസിങ് ആക്ഷനാണ്. ബിഗിനിങ് തൊട്ട് ടേണിംഗ് പോയിൻറ്റ് വരെയുള്ള ആ ഒരു ടൈം പീരീഡിനാണ് ഈ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ കംസ് ഡിനുമ. ഈ ടാങ്കിൾ നോട്ടിനെ അൺടൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണിത്. ആൻഡ് ഇറ്റ്സ് എ ഫോളിങ് ആക്ഷൻ. ടേണിംഗ് പോയിൻറ്റ് തൊട്ടിട്ട് എൻഡ് വരെയുള്ളതാണ് ഇത്. ഇങ്ങനെ 2 തരത്തിൽ, കോംപ്ലിക്കേഷൻ ആൻഡ് അൺട്രാവലിംഗ് ഓർ ഡിനുമ, ഇങ്ങനെ 2 തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. കോംപ്ലിക്കേഷൻ റൈസിങ് ആക്ഷനും ഡിനുമ ഫോളിങ് ആക്ഷനുമാണ്. Then comes simple and complex plot.
ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് സിമ്പിൾ പ്ലോട്ട് ആൻഡ് കോംപ്ലെക്സ് പ്ലോട്ട്. സിമ്പിൾ പ്ലോട്ട് എന്ന് പറയുമ്പോൾ അതിലൊരു പസിലിംഗ് സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല. സ്റ്റോറി വിത്തൗട്ട് റിവേഴ്സൽ ഓർ റെക്കഗ്നിഷനാണ്. ബട്ട് കോംപ്ലെക്സ് പ്ലോട്ടിൽ പെരിപെറ്റിയെയും അനക്നോറിസിസും ഈ രണ്ട് ടൈപ്പ് ഉണ്ടാവും. പെരിപെറ്റി എന്താണെന്ന് വെച്ചാൽ റിവേഴ്സൽ ഓഫ് ദ സിറ്റുവേഷനാണ്. ഈഡിപ്പസ് അച്ഛനെ കൊന്നത് അറിയുന്ന ആ ഒരു സിറ്റുവേഷൻ, പിന്നെ ഹാംലെറ്റിൻ്റെ ഫാദറിൻ്റെ മേർഡറിനെ കുറിച്ച് അറിയുന്ന ആ ഒരു സിറ്റുവേഷൻ, അതൊക്കെ ഈ പെരിപെറ്റിയയിൽ വരുന്നതാണ്. അനക്നോറിസിസ് ആകുമ്പോൾ റെക്കഗ്നിഷൻ ഓർ ഡിസ്കവറിയാണ്. അത് ചേഞ്ച് ഫ്രം ഇഗ്നോറൻസ് ടു നോളജ് ആണ്. ഒതെല്ലോ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. എൻഡിങ് ആണ്, ക്ലൈമാക്സ് ആണ്, ആൻഡ് അവിടെ ചേഞ്ച് ഫ്രം ഇഗ്നോറൻസ് ടു നോളജ് ആണല്ലോ. സോ ഈ പെരിപെറ്റിയെ ആണെങ്കിലും അനക്നോറിസസ് ആണെങ്കിലും അതിലൊരു സർപ്രൈസ് ഉണ്ട്. സോ അത് നമ്മളെ പ്ലീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാജഡി ഈസ് കോംപ്ലെക്സ് എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദെൻ ഹി ടോക്ക് അബൌട്ട് ദിസ് ട്രാജിക് ഹീറോ. ട്രാജിക് ഹീറോൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ക്യാനോട്ട് ബി ആൻ എമിനൻ്റ്ലി ഗുഡ് മാൻ. ഒരുപാട് നല്ല ഗുഡായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊരു മിസറി വരുമ്പോൾ നമ്മളെപ്പോഴും ഷോക്കായിരിക്കും. അത് പിറ്റി ആൻഡ് ഫിയർ അല്ല അറോസ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരു ഷോക്കായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് നോർ ക്യാൻ ബി എ ബാഡ് മാൻ. ഒരു ബാഡ് മാൻ ആണെങ്കിലോ അപ്പോഴും പിറ്റി ആൻഡ് ഫിയർ അല്ല ഉണ്ടായിരിക്കുക. നമുക്ക് അയാൾക്കത് വന്നത് നന്നായില്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. സോ ഒരു ഗുഡ് മാൻ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു നോബിൾ സ്റ്റാച്ചറുള്ള ആളായിരിക്കണം. സൊസൈറ്റിയിലൊരു ഹൈ പൊസിഷനുള്ള ആളായിരിക്കണം. അപ്രോപ്രിയേറ്റ്നെസ്, ലൈറ്റ്നെസ്, കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടായിരിക്കണം. ക്യാരക്ടർ ഒരിക്കലും ആ ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പാടില്ല, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നോട്ട് ഒരു ട്രാജിക് ആയിരിക്കണം. ദാറ്റ് ഈസ് ഹമേഷ്യ. ഹമേഷ്യ മീൻസ് എറർ ഇൻ ജഡ്ജ്മെൻറ്റ്. ഇറ്റ്സ് എ ഫേറ്റൽ ഫ്ലോ ലീഡിങ് ടു ദ ഡൗൺഫാൾ ഓഫ് എ ട്രാജിക് ഹീറോ. മിസ്റ്റേക്ക്, വീക്ക്നെസ്, എറർ, ട്രാജിക് ഫ്ലോ, ഇതൊക്കെ ഹമേഷ്യയാണ്. പ്രൊക്കാസ്റ്റിനേഷൻ ഇസ് ദ ട്രാജിക് ഫ്ലോ ഓഫ് ഹാംലെറ്റ്. പ്രൈഡ് ഈസ് ദ ട്രാജിക് ഫ്ലോ ഇൻ ദ കേസ് ഓഫ് കിങ് ലിയർ. സോ ദർ ഷുഡ് ബി എ ട്രാജിക് ഫ്ലോ ഇൻ ദാറ്റ് ട്രാജിക് ഹീറോ. ദെൻ ഹി ടോക്സ് അബൌട്ട് കോമഡി. സറ്ററിക്കൽ വേഴ്സിൽ നിന്നാണ് കോമഡി വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. സറ്ററിക്കൽ വേഴ്സ് എന്ന് പറയുന്നത് റിഡിക്യൂൾസ് പേഴ്സണാലിറ്റീസ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഫോക്കസിങ് ഓൺ ദ സിന്നർ. മാക്ഫ്ലെക്നൊക്കെ ഓർത്ത് നോക്കി അറിയാം, ഇറ്റ്സ് റെഡിക്യൂൾസ് ദ പേഴ്സണാലിറ്റീസ്. പക്ഷെ കോമഡി ആണെങ്കിൽ ഇറ്റ്സ് റെഡിക്യൂൾസ് ജനറൽ വൈസസ് ആണ്, ദ സിൻ. സോ സറ്റയർ, പേഴ്സണാലിറ്റീസ്, ദ സിന്നർ. കോമഡി, ജനറൽ വൈസസ്, ദ സിൻ. കോമഡിയിൽ ദ മെൻ ഹൂ ഹാവ് സം ഡിഫക്റ്റ് ഓർ അഗ്ലിനേഷ് വിച്ച് ഈസ് നോട്ട് പെയിൻഫുൾ ഓർ ഡിസ്ട്രക്റ്റീവ്, അതാണ് നമ്മൾ കോമഡിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ മാലീഷ്യസ് പ്ലഷർ അല്ല ഒരിക്കലും അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് കോമഡി റെപ്രസെൻറ്റ്സ് നോട്ട് വാട്ട് ഹാസ് ഹാപ്പൻ ബട്ട് വാട്ട് മേ ഹാപ്പൻ. പോയട്രി പോലെ തന്നെ. സോ കോമഡി ഇസ് ഇൻ എ ജനറൽ വേ എക്സ്ക്ലൂഡിങ് പേഴ്സണൽ അറ്റാക്സ്. Then his observations on the epic. എപ്പിക്കും സെയിം പാറ്റേൺ തന്നെയാണ് ട്രാജഡിയുടെ. ഇമിറ്റേഷൻ ഓഫ് സീരിയസ് ആക്ഷൻ ആണ്. ഹോൾ കംപ്ലീറ്റ് ആണ്. വിത്ത് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. കോംപ്ലിക്കേഷൻ ഉണ്ട്, ടേണിംഗ് പോയിൻ്റ് ഉണ്ട്, ഡിനം ഉണ്ട്, പെരിപെറ്റിയ ആൻഡ് അനക്നോറിസിസ് ഉണ്ട്, യൂണിറ്റി ഓഫ് ആക്ഷൻ ഉണ്ട്, കഥാസിസ് ഉണ്ട്. പക്ഷേ ഇതിൽ 6 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സിന് പകരം 4 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സേ ഉള്ളൂ. സോങ്ങും സ്പെക്ടക്കിളും ഇതിൽ വരുന്നില്ല. പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട് ആൻഡ് ഡിക്ഷൻ ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ഓഫ് എപ്പിക്. ദെൻ ട്രാജഡിയിലെ ആക്ഷനാണ് ഫോക്കസ് ചെയ്യുന്നത്, എപ്പിക്കിൽ നെറേറ്റീവാണ്. ദെൻ ഹിയർ നോ സച്ച് എ സെർട്ടൻ മാഗ്നിറ്റ്യൂഡ്. എപ്പിക് എന്ന് പറയുന്നത് മച്ച് ഗ്രേറ്റർ ലെങ്ത് ദാൻ ട്രാജഡി. ദെൻ എപ്പിക്കിനുള്ളതൊരു ഗ്രാൻഡിയർ എഫക്റ്റ് ആണ്. ദെൻ ദ നെക്സ്റ്റ് ഡിഫറൻസസ് ഇൻ ദ യൂസ് ഓഫ് ഇംപ്രോബബിൾ ഓർ ദ മാർവലസ്. ട്രാജഡി പെർഫോം ചെയ്യുന്നതും കാണാൻ പറ്റുന്നതുമാണ്. But epic is perceived only by the imagination. So its improbability passes unnoticed. And poet tempt to use this because it is pleasing. ഇത്രയും പറഞ്ഞതിന് ശേഷം ഹി സ്റ്റേറ്റിംഗ് ദാറ്റ് ട്രാജിക് മോഡ് ഈസ് ഹൈ. എപ്പിക്കിൻ്റെ ഗ്രാൻഡിയർ എഫക്റ്റ് വെച്ചിട്ടും അതൊരു അപ്പീൽ ടു ദ റിഫൈൻഡ് ഓഡിയൻസിന് ആയതുകൊണ്ടും എപ്പിക്കാണ് സുപ്പീരിയർ എന്ന് നമ്മൾ വിചാരിക്കും. ബട്ട് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, ട്രാജഡി ഇസ് ദ സുപ്പീരിയർ ഓഫ് ദ ടു. ട്രാജഡി പെർഫോം ചെയ്യാൻ പറ്റും, മ്യൂസിക് ഉണ്ട്, അതൊരു കൺസിഡറബിൾ ലെങ്ത് ആയിരിക്കും. സോ അതുകൊണ്ട് എല്ലാം തന്നെ ട്രാജഡി therefore attains its end more perfectly than the epic. Then he talks about his observations on style. The two essentials of good writings are clearness and propriety. Writing being an art, it should aim at dignity and charm also.
So these are the important points discussed in poetics. Learn all the important terms, especially in tragedy. Hamartia, catharsis, peripeteia, anagnorisis, denouement, all these terms. So learn well, study well, prepare well. Thanks for watching.